ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചിക്കൻ റോസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്നും ചിക്കൻ ഒരേപോലെ വെക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എത്രയും വേഗം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഒരു 4 സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ഭാഗമായിട്ട് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. 2 സബോള ഒരു ഭാഗവും 2 സബോള ഒരു ഭാഗമായിട്ട്. ഇതിനായി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം ഒരു ഭാഗം സബോള നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു ഭാഗം സബോള ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. സബോള ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സബോള ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് മാറ്റിവെച്ച പകുതി സബോള കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുകൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സബോള ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് നമുക്കതൊന്ന് മാറ്റിയേക്കാം. അപ്പോൾ അതുകൂടി കോരിയെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ കറി ഉണ്ടാക്കി തുടങ്ങാം. 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരായാലും മതി. പിന്നെ ഒരു 4 ടീസ്പൂൺ തൈര്, കട്ട തൈരാണ്, പുളിയില്ലാത്ത തൈരാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള സബോള അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് സബോള വറുത്ത പാൻ തന്നെയാണ് എടുക്കുന്നത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും 2 പച്ചമുളക് നടുപൊളിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു മൂടി വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കിയാൽ ഇതിലേക്ക് നന്നായി വെള്ളം ഇറങ്ങിയിട്ടുള്ളത് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റായി. ഇനി ഇതൊന്ന് തുറന്നു നോക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും അടച്ചു മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഒരുവിധം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പകുതി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സബോളയും വെളുത്തുള്ളിയും എല്ലാതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് മിക്സിയിൽ എല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. ഞാനിതിൽ ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, അതുകൂടി പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സബോള വറുത്തതും അതുപോലെ ഈ ചെറിയ ജീരകവും എല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഞാനിത് നേരിട്ട് തന്നെയാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ റോസ്റ്റിന്.
ഇനി ഇത് വീണ്ടും സിം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ അധികം നിങ്ങൾ വറ്റിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ഒരു കറി കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റോസ്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.